ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമും നിധിയും കൂടി തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രണവിൻ്റെ ശബ്ദം ഉയരുന്നു കേട്ടോ. നിങ്ങൾ ആരടാ എന്നോട് പണം ചോദിക്കാൻ, ഞാൻ ഈശ്വരമംഗലത്തെ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കിടുന്നത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ എന്താ ഈ പറയുന്നത്, എൻ്റെ ഭാര്യ അഞ്ജലി ചതിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും പണം തരാതിരിക്കില്ല, ഞാൻ അങ്ങനെ ചതിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രണവ് വളരെ മോശമായി സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നിധിയുടെയും ഗൗതമിൻ്റെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുകയാണ്. അത് നമ്മുടെ പ്രണവല്ലേ, പ്രണവിൻ്റെ സൗണ്ട് പോലെ എന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം പ്രണവിനെ അടിക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ. പ്രണവ് അവരോട് വഴക്കിടുന്നു, അവർ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു, ആ രംഗമായിരിക്കും. ഇത് കാണുന്ന ഗൗതമും നിധി ആകെ ഞെട്ടിപ്പോവാണ്. ഗൗതം ഓടിച്ചെന്നിട്ട് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ ആ ഒരു ഹോട്ടലിൻ്റെ മാനേജർ എത്തിയിരിക്കുകയാണ്. ഈശ്വരമംഗലം ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടാന്ന് കരുതിയോ, എന്നാൽ അത് നടക്കത്തില്ല, പണം തന്നല്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രണവിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴാണ് ഗൗതം അതിൽ കയറി ഇടപെടുന്നു കേട്ടോ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, ഞങ്ങൾ ആരാണെന്ന് അറിയോ, ഞങ്ങൾ ഈശ്വരമംഗലം ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. അത് കേട്ട ഉടനെ ഈ മാനേജർ പറയണം, നിങ്ങൾ എന്താ കരുതിയത്, കുടുംബത്തോട് ഒന്നടക്കം വന്നിട്ട് ഇവിടെ ഈശ്വരമംഗലം ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പണം തരാതെ ഭക്ഷണം കഴിക്കാൻ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇവിടെ നടക്കത്തില്ല, നടക്കാത്ത കാര്യം നടക്കാത്തത് തന്നെ. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നല്ല കിട്ടൽ കിട്ടും എന്നും പറഞ്ഞിട്ട് അയാൾ ചൂടാവുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്, പണമല്ലേ വേണ്ടത്, അത് ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പണം ഗൗതം അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം നിധി പറയുന്നുണ്ട്, ഒരു വ്യക്തി പണമില്ല, ഭക്ഷണം കഴിച്ച് പണം തരുന്നില്ല, ഈശ്വരമംഗലത്തെ ആളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ, ഞങ്ങൾക്ക് ആർക്കും വെറുതെ ഭക്ഷണം കൊടുക്കാനല്ല ഈ ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്, അത് ഇവിടെ നന്നായി എല്ലാവർക്കും അറിയാം, അങ്ങനെ ദാനം കൊടുക്കാനുള്ള വേറെ കൊടുത്തോളാം, ഇതിപ്പോൾ എന്തായാലും കഴിച്ച ഭക്ഷണത്തിൻ്റെ കൂലി മേടിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, അത് ഞങ്ങൾ ആരാണെങ്കിലും ചെയ്തിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയും, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് പോവാ. അപ്പോൾ പ്രണവേ, നീ എന്താടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പണമില്ലാതെ നീ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം പോയി ഏട്ടാ, എല്ലാം പോയി, എൻ്റെ മനസ്സമാധാനം പോയി, എനിക്കിനി ആരുമില്ല, എൻ്റെ മനസ്സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് നിധി ചോദിക്കേണ്ടിട്ട്. അതേ ഏട്ടാ, എനിക്ക് എൻ്റെ എല്ലാ മനസ്സമാധാനവും നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നും കഴിയില്ലല്ലോ. എൻ്റെ മക്കൾ 6 മാസം പ്രായം, 6 മാസം ആയിരുന്നു അവർക്കിപ്പോൾ, അവരുണ്ടെങ്കിൽ അവളുടെ വയറ്റിലുണ്ടെന്ന പ്രതീക്ഷയോടുകൂടി 2 മക്കളെയും 6 മാസത്തെ വളർച്ച കണ്ട് ഒരു മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു അച്ഛനാണ് ഞാൻ. ആ അച്ഛന് ഇന്നിപ്പോൾ തൻ്റെ മക്കളില്ല എന്നറിയുമ്പോഴുള്ള വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം. അത് കേൾക്കുന്ന പ്രണവ് പറഞ്ഞു, എന്താ പ്രണവിനോട് നിധി പറയണേ, എന്താ പ്രണവ് നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ, നിൻ്റെ മക്കളാണ് എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നിനക്ക് ഇല്ലാത്ത മക്കളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നു കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി, ഇല്ലാത്ത മക്കളെയല്ല, എൻ്റെ മക്കളെ എനിക്ക് അരികിൽ ഞാൻ പ്രതീക്ഷിച്ചതാണ്, അവരുടെ കൈ വളരുന്നു കാല് വളരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ സ്വപ്നം കണ്ടതാണ്, അത് ശിവാനി എന്നെ പറ്റിച്ചതല്ലേ. അത് കേട്ട ഉടനെ ശിവാനി എന്നെ പറ്റിച്ചത് തന്നെ എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ എനിക്കും ഉണ്ടാവില്ലേ ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ഒന്നാണല്ലോ എൻ്റെ ഭാര്യ എനിക്ക് മുന്നിൽ, അതൊക്കെ നീ ഒഴിവാക്കുക, അത് കഴിഞ്ഞതിൻ്റെ ലെവലിൽ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണം കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ശിവാനിയാണെങ്കിലോ ജനലിൽ തൻ്റെ തല വെച്ച് ഇടിക്കുകയാണ് കേട്ടോ. തനിക്കിനി മരിക്കണ്ട, എനിക്ക് പട്ടിണി കിടന്ന് ചാവാൻ വയ്യ, ഇവിടുത്തെ ദുരിതം അതെനിക്ക് അനുഭവിക്കുന്നതിലും കൂടുതലാണ്, ഇനി എനിക്ക് കഴിയത്തില്ല, ഞാൻ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തല തല്ലി കരയുമ്പോൾ ഉടൻ തന്നെ അവിടോട്ട് രേണുക വരികയാണ് കേട്ടോ. എന്തിനാടി മോളെ നീ ഈ അമ്മയെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അപ്പോൾ അമ്മ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ലേ, ഞാൻ ഇവിടെ എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്നു, ഇനി എനിക്ക് വയ്യ, എനിക്കിങ്ങനെ ഈശ്വരമംഗലത്ത് ഞാൻ അടിപൊളിയിൽ താമസിച്ചിരുന്ന ഞാൻ ഇന്ന് ആരുമില്ലാതെ ഇവിടെ താമസിക്കുമ്പോൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നു, എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒച്ചയെടുക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ രേണുക വന്നിട്ട് പറയണേ, നീ എന്തായാലും സമാധാനപ്പെടുക, ഈ അമ്മ തന്നെ നിനക്ക് ഈ ഒരു ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് രേണുക അവിടെ നിന്ന് പോവാണ് കേട്ടോ. രേണുക അശോകൻ്റെ മുന്നിലോട്ട് ചാടി ചെല്ലാണ്. അശോകനോട് പറയണേ, ഇനി മതി,
എല്ലാം കൊണ്ടും മടുത്തു. എനിക്കിനി എൻ്റെ കുഞ്ഞിനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു അമ്മയാണ്. എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ തുറന്നു തരുമോ? ആ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുമോ? അത് കേൾക്കുന്ന അശോകനും അതുപോലെ ചന്ദ്രയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശോകൻ പറയണേ, ഇല്ല, തുറക്കില്ല. നിൻ്റെ മകളെ പോലെയുള്ള ഒരു യക്ഷിയെ തുറന്നു വിട്ടാൽ പലവർക്കും ഉപദ്രവം ഉണ്ടാക്കും. അത് പാടില്ല. ഇനിയെങ്കിലും ഗൗതമും നിധിയും ആ കുടുംബവും നല്ലപോലെ ജീവിച്ചോട്ടെ. നിൻ്റെ മകളെ തുറന്നു വിട്ടതിലാണല്ലോ ഒരു കുടുംബത്തെ ഒന്നടക്കം പറ്റിച്ചു കൊണ്ടുവന്നത്. അത് ഇനി നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നോളം നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ രേണുക പറയാം, ആഹാ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചാൽ പോരെ. എൻ്റെ കുഞ്ഞില്ലാത്ത എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് എനിക്ക് ജീവിക്കാനൊന്നും കഴിയില്ല. എൻ്റെ മരണം നിങ്ങൾ ഈ സമയം കൺമുന്നിൽ കാണുമെന്ന് പറയട്ടെ. അപ്പോൾ ചന്ദ്രി പറയുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത് ഏട്ടാ, അത് തുറന്നു വിട്ടേക്ക്, അവൾ എന്താ വെച്ചാൽ കാണിക്കട്ടെ. അങ്ങനെ രേണുക അടുക്കളയിൽ നിന്നും ഒരു കുപ്പി മണ്ണെണ്ണ എടുത്ത് വരികയാണ് കേട്ടോ. വലിയൊരു കരയിൽ മണ്ണെണ്ണ എടുത്ത് വരികയാണ്. എന്നിട്ടത് തൻ്റെ ദേഹത്ത് കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി മതി, എല്ലാം കൊണ്ടും മടുത്തു. ഇനി എനിക്കൊരു ജീവിതമില്ല, എനിക്ക് മടുത്തു. നിങ്ങൾ എൻ്റെ മകളെ തുറന്നു വിടുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ കത്തിക്കും, ഞാൻ പിന്നീട് മരിക്കും. അപ്പോഴേക്കും ചന്ദ്രി പറയുന്നുണ്ട്, ഏട്ടാ വേണ്ട, വാശി വേണ്ട. അപ്പോഴേക്കും ശിവാനി, അമ്മേ, എനിക്ക് വേണ്ടി അമ്മ മരിക്കരുത്. അമ്മ ഇങ്ങനെയുള്ള കടുങ്കൈ ഒന്നും ചെയ്യരുത് അമ്മേ. ഞാനിതിൽ കിടന്നാലും എനിക്കൊരു പരിഭവം പരാതിയില്ല. ഇല്ല മോളെ, നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഈ അമ്മയായ ഞാനാണ് കാണുന്നത്. അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എൻ്റെ മകളെ തുറന്നു വിടട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്രി പറയണേ, ഏട്ടാ ചാവി എടുത്ത് കൊടുക്ക്, എന്തായാലും തുറന്നു വിട്ടേക്കെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന അശോകൻ തുറന്നു വിടാനായിട്ട് ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോവാണ്. ഇതേ സമയം ശിവാനി ഇങ്ങനെ നോക്കി രേണുക ചിരിക്കുകയാണ്. ഇപ്പം എന്തായി, ഇനി എൻ്റെ അച്ഛൻ ചാവി എടുക്കാൻ പോയിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ കാണാം തൻ്റെ മുന്നിലോട്ട് അശോകൻ വരുന്നു കേട്ടോ. അശോകൻ്റെ കയ്യിൽ ചാവിയുണ്ട്. ഡോർ ഇപ്പം തുറക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന രേണുകയുടെ മുന്നിലോട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി അങ്ങ് ഒരതിയിട്ട്, നീ കത്തിക്കുന്നോ അതോ ഞാൻ നിൻ്റെ ദേഹത്തോട്ട് ഈ തീപ്പെട്ടി ഒരതിയിടണോ എന്ന് അശോകൻ രേണുകയോട് ചോദിക്കുമ്പോൾ രേണുക ആകെ ഭയന്ന് പോയി കേട്ടോ. എന്നിട്ട് അശോകൻ പറയുന്നുണ്ട്, നീ നിൻ്റെ മകളും മരിക്കുക തന്നെയാണ് നല്ലത്. നീ നിൻ്റെ മകളും ജീവിച്ചാൽ പലവർക്കും ആപത്താണ്. നിന്നെയും നിൻ്റെ മകളെയും എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോവാം, എന്നാലും സ്വസ്ഥതയും സമാധാനവും എനിക്കുണ്ടാവുമല്ലോ. അതാണ് ഏറ്റവും നല്ലതെങ്കിൽ ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്ത് ഒരുതുമ്പോൾ ചന്ദ്രി പറയുന്നുണ്ട്, ഏട്ടൻ എന്താ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള കാട്ടിക്കുട്ടൽ കാട്ടുമ്പോൾ ഞാൻ കണ്ടു നിൽക്കണോ? അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല, കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും എന്നു പറഞ്ഞിട്ട് അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി ഒരതുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ രേണുക ഓടി രക്ഷപ്പെടാനേട്ടാ. അങ്ങനെ അശോകൻ പറയണേ, എൻ്റെ മുന്നിൽ ഈ അടവുകളൊന്നും നടക്കില്ല. നീ മരണഭീഷണി മുഴക്കത്തേ ഉള്ളൂ, ഒരിക്കലും നിന്നെക്കൊണ്ട് മരിക്കാൻ കഴിയില്ല, അതും എനിക്ക് നന്നായി അറിയാം എന്നും പറഞ്ഞ് അങ്ങ് അശോകൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീട് ഈശ്വരമംഗലത്തോട്ട് പ്രണവിനെ കുടിച്ച് ലക്ക് കെട്ടുള്ള പ്രണവിനെയും താങ്ങി പിടിച്ച് വരികയാണ്. അപ്പോൾ പ്രണവ് അപ്പോഴും പറയുന്നത്, എൻ്റെ 6 മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞ് പോയി. 6 മാസമായിരുന്നു അവരിപ്പോൾ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ 3-4 മാസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൈകളിൽ കിട്ടിയിരുന്നു. എന്തൊരു ചതിയാണ് എന്നെ ചെയ്തത് ആ ശിവാനി എന്നൊക്കെ പറഞ്ഞ് ലക്ക് കുടിച്ച് ലെവലില്ലാതെ വരുമ്പോൾ അവിടെ ഉടൻ തന്നെ പാറു ഓടി വന്നിട്ട്, എന്താ മോനെ, എൻ്റെ മോനിപ്പോൾ ഒരു കുടിയനുമായോ? ഈശ്വര, എന്തൊക്കെ ഞാൻ ഈ കാണേണ്ടി വരുന്നത്. അമ്മ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് ഗൗതം പറയുമ്പോൾ, മോനെ നീ ഇത് കണ്ടില്ലടാ, അവൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് മടുത്തു അമ്മേ. എൻ്റെ മക്കളില്ലാത്ത ഈ ലോകത്ത് എൻ്റെ മക്കളെ ഞാൻ 6 മാസം പ്രായം ഒക്കെ കണ്ടു, മനസ്സിൽ രൂപം കൊണ്ട് അവർക്ക് ഇടാനുള്ള പേരും ഒക്കെ കണ്ടു. അവളെന്നെ ചതിച്ചു, എനിക്ക് താങ്ങുന്നില്ല, എനിക്കിത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഞാനൊരു പൊട്ടനായില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രണവ് കരഞ്ഞും കൊണ്ട് പോവഴേട്ടാ. ഈ സമയം റൂമിലാക്കാൻ പോയിരിക്കുകയാണ് ഗൗതം. അങ്ങനെ ഗൗതമും നിധിയും കൂടിയിട്ട് പ്രണവിനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കിടത്തുമ്പോൾ പാറു ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. ആ സമയം പാറു ആണെങ്കിൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പാറുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ വസുന്ധര പറയാണ്, എന്താന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റൊരുത്തിയാടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം താത്ത. ഞാനെന്നല്ല, ഈ പറയുന്ന നിധിയാണ് പ്രണവിൻ്റെ ജീവിതം തകർത്ത്. അത് കേട്ടിട്ട് ഗൗതം വരികയാണ്, നിങ്ങൾക്ക് എന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാര്യയെ എന്ത് തെറ്റാ ചെയ്തത്? നിൻ്റെ ഭാര്യയാടാ പ്രണവിനോട് അവന് കുഞ്ഞുങ്ങളില്ലെന്ന് സത്യം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന നിധി അങ്ങ് പൊട്ടിത്തെറിക്കുന്ന ആ സീനുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ.